നമ്മളടുത്ത് പറയുന്നത് കഴിഞ്ഞാല് for important data analysis. The theory has found application in many domains, as decision support, engineering, banking, it's a matter to deal with embrace knowledge. Rough set theory, rough set theory can be regarded as a new mathematical tool perfect ആയിട്ടുള്ള ഡാറ്റ അനാലിസിസ്. അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുന്നതിന് വേണ്ടി നമ്മൾ മാത്സും അങ്ങനെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഓരോ പ്രോബ്ലംസും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. അപ്പൊ അതിന്റെ ഏറ്റവും theory can be regarded as a new mathematical to follow imperfect data analysis. The theory has found application in many domains such as decision support, decision support, engineering, environment, banking, medicine, and others. It is a mechanism to deal with the embrace knowledge. Dealing with such kind of knowledge is particularly area of research for scientists working in the field of artificial intelligence. ഇത് മെയിനായിട്ട് നോളജ് പർട്ടിക്കുലർ സയന്റിസ്റ്റുകൾ അതുപോലെ തന്നെ AI. നമ്മൾ പറഞ്ഞു AI എന്ന് പറയുമ്പോഴത്തേനും അവർ മുഴുവൻ റിസർച്ച് ചെയ്ത് അതിനെ imperfect ആക്കി എടുക്കാൻ. There are various approaches to handle the imperfect knowledge. The most successful one is that the fuzzy logic, which was proposed by അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്നലെ പറഞ്ഞായിരുന്നു ഫസി ലോജിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സെർച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. Upset theory is quite comprehensive because of the following reasons. It requires no preliminary additional information about the data, as it is the requirement probability statistics or membership grades in the fuzzy theory. അപ്പൊ നമ്മളറിയാം ഹെഡിന്റെ ഒരു കേസിൽ നമ്മൾ ഹെഡിന്റെ നമ്മൾ എത്രമാത്രം അതിന്റെ ഓപ്ഷൻ വരണം, ഏതെല്ലാം രീതിയിൽ അതിന്റെ ഒരു ഇത് ഫെസിലിറ്റീസ് ദ യൂസർ വിത്ത് എഫിഷ്യന്റ് ടൂൾസ്. അപ്പം നമ്മൾ പറഞ്ഞു അപ്സെറ്റ് തിയറി എന്നുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റ് ദ യൂസർ വിത്ത് എഫിഷ്യന്റ് ടൂൾസ് ആൻഡ് ടെക്നിക് ടു ഡിറ്റക്ട് ദ ഹിഡൻ പാറ്റേൺസ്. ഇത് നമ്മളിപ്പം പറഞ്ഞു എയിലെ ഒരു കേസിൽ നമ്മൾ എഫിഷ്യന്റ് എല്ലാത്തിനും നല്ല മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. Promote data deduction. It reduces the original data and find a minimal data set from the data and with a similar knowledge and as in the original data set. ഇപ്പൊ നമ്മളിപ്പം ഹെഡിന്റെ ഏതിന്റെയൊക്കെ കേസിൽ നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ഇപ്പൊ നമ്മളൊരു ഏതൊരു കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, അതായത് ഗൂഗിളിലൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിമം ഡേറ്റാസ് സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ അകത്തുനിന്ന് നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുക്കുകയാണ്. അപ്പം ഇവിടുത്തെ ഒരു കേസിന് റഫ് സെറ്റ്സ് എന്ന് നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റാസ് എടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹെൽപ്പ് ടു ഇവാലുവേറ്റ് ദ ഡേറ്റ സിഗ്നിഫിക്കൻസ്, സപ്പോർട്ട് ദ മെക്കാനിസം ടു സെറ്റ് ദ ഡിസിഷൻ റൂൾസ് ഫ്രം ദ ഡേറ്റ ഓട്ടോമാറ്റിക്കലി. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ബെസ്റ്റ് സൂട്ടഡ് ഫോർ ദ or a parallel or a distributed processing and offers a straightforward interpretation of obtained result. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞത്. നമുക്ക് അതൊരു കറക്റ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇനി ഇതിനകത്ത് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബെസ്റ്റ് സൂട്ടഡ് ഫോർ എ കൺവെന്റ് ഓർ എ പാരലൽ ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോസസ്സിംഗ് ആൻഡ് ഒഫേഴ്സ് സ്റ്റേറ്റ് ഫോർവേഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ഒബ്റ്റൈൻഡ് റിസൾട്ട്. Following are the basic or elementary concept of rough set theory. കാരണം റഫ് സെറ്റ് തിയറി ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തെ ബേസിക് കൺസെപ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ്. Some information, data or knowledge is associated with every object of the universe of the discourse. Object categorized by the same information are discernible or similar in the view of available information about them. Discriminative relation generated in the way the mathematical basis of rough set theory. Any set of all similar object is called a eliminate set and forms a basic granule atom of knowledge about with the universe. Any union of some elementary set is referred to as a crib set. നമ്മൾ ഇന്നലെ പറഞ്ഞ crib set എന്താണ്?
എന്താണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലത്തെ ക്രിബ് സെറ്റ്. അതായത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ടെയിൽ അങ്ങനത്തെ ഓരോന്നും വരുന്നതിനാണ് നമ്മൾ ക്രിബ് സെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു യൂണിയനും സമ്മതിക്കുന്നത്. ഈച്ച് റഫ് സെറ്റ് ഹാസ് എ ബൗണ്ടറി ലൈൻ കേസ് ഒബ്ജക്ട് വിച്ച് കനോട്ട് ബി certainly classified by employing the available knowledge as members of set complement. Auxiliary rough set, it contrasts to precise set, cannot be categorized in terms of information about their elements. With any rough set, a pair of precise set called the lower and upper approximation of the rough set is associated. അപ്പം അത് നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പെയർ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ലോവർ അപ്രോക്സിമേഷൻ കൺസിസ്റ്റ് ഓഫ് ദ ഓൾ ഒബ്ജക്ട് വിത്ത് ഷുവർലി ബിലോങ് ടു ദ സെറ്റ് and the upper approximation contains all objects which possibly belong to the set. The difference between the upper and the lower approximation constitutes the boundary region of the rough set. And the boundary region ആയിരിക്കുന്നതാണ് പറയുന്നത്. Rough set based on a data analysis started from a data table called a decision table, column of which are labeled by attributes, rows by object. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പം ഒരു ഇതിന്റെ അകത്താണെങ്കിൽ റെക്കോർഡിനകത്താണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ടേബിൾ ആയിട്ടും അതിനെയാണ് നമ്മുടെ ഡിസിഷൻ ടേബിൾ. ആ കോളത്തിനെ അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ട്സ് കാണും, അതിനെ റോ ആയിട്ടായിരിക്കും. ഒബ്ജക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് എൻട്രീസ് ഓഫ് ദ ടേബിൾസ് ആർ ആട്രിബ്യൂട്ട് വാല്യൂസ്. Attributes of the decision table are divided into two disjoint groups called condition and decision attributes respectively. ഒന്ന് നമ്മൾ പറഞ്ഞു, ഒരു റഫ് സെറ്റിനകത്താണെങ്കിൽ നമുക്കൊരു കണ്ടീഷനെ ബേസ് ചെയ്ത് പ്രോഗ്രസ് പറ്റില്ലേ. ഈച്ച് റോ ഓഫ് ദ ഡിസിഷൻ ടേബിൾ ഇൻക്ലൂഡ്സ് എ ഡിസിഷൻ റൂൾ വിച്ച് സ്പെസിഫിക് ഡിസിഷൻ. അപ്പൊ നമ്മളറിയാം, ഒരു ഇതിനകത്തിലാണെങ്കിൽ ഇഫ് കണ്ടീഷൻ പറയുന്നു, ദെന്നിനകത്ത് നമ്മൾ ആൻഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് സ്പെസിഫൈഡ് ഡിസിഷൻ, action, result, outcome, etc. If some conditions are satisfied, if the decision rule uniquely determines the decision in terms of condition, decision rule is uncertain, otherwise the decision rule is uncertain. നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അകത്ത് കണ്ടീഷൻ സാറ്റ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഇതിലേക്ക് ഒരു കണ്ടീഷൻ ബേസ് ആണെങ്കിൽ അതിന്റെ ആൻഷനിലേക്ക് പോകും. Decision rules are closely connected with approximation. Roughly speaking, certain decision rule describe a lower approximation of decision in terms of condition, whereas uncertain decision rules refers to the boundary region of the decisions. പിന്നെ പറഞ്ഞ with every decision rule, two conditional probabilities called the certainty and the coverage coefficients are associated. അതിനകത്ത് certainty coefficient express the conditional probability that an object belongs to the decision class specified by the decision rule given it satisfies the condition of the rules. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു കണ്ടീഷൻ ആയിരിക്കും, ഇഫ് കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് കവറേജ് കോയിഫിഷ്യൻ ഗിവ്സ് ദ കണ്ടീഷണൽ പ്രോബിലിറ്റി ഓഫ് റീസൺ ഫോർ എ given decision. It turn out the certainty and the coverage coefficient satisfies Bayes theorem. Bayes theorem അനുസരിച്ചായിരിക്കും. This give a new look into the interpretation of Bayes theorem and offers the new method data in the draw conclusion from a data. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ബേസ് തിയറത്തിലേക്ക് ബേസ് ചെയ്തായിരിക്കും വരുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ പാർട്ട് 2 നമ്മൾ കവറായി. ഇനി നമുക്ക് വരുന്നത് പാർട്ട് 3 ആണ്. ഇനി ഇതിനകത്ത് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷീൻ ലേണിംഗ് മെത്തേഡ്സ്. മെഷീൻ ലേണിംഗ് മെത്തേഡ്സ്. അപ്പൊ നമ്മളിത് ആദ്യത്തെ ഒരു ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ ആ സംഭവത്തിനകത്ത് പറഞ്ഞ സംഭവം തന്നെയാണ്. അപ്പം ഇൻട്രൊഡക്ഷൻ ടു എ മെഷീൻ ലേണിംഗ്, ടെക്നിക്സ് ഓഫ് മെഷീൻ ലേണിംഗ്സ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് അൽഗോരിതംസ്, ഡീപ്പ് ലേണിംഗ് ആൻഡ് അൽഗോരിതംസ്, എൻസംബിൾ മെത്തേഡ്സ്. അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്യട്ടെ, എന്താണ് മെഷീൻ ലേണിംഗ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ കുറെ സമയം എടുത്ത് പറഞ്ഞത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിച്ചാൽ അത്യാവശ്യമുള്ളതാണ്, ഇനി പുറകെ വരും എന്ന് പറഞ്ഞാണ്. എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് പറയാവോ? അർച്ചന ഒന്ന് പറയാവോ?
ഒരു ഇന്റലിജൻസ് പ്രൊവൈഡ് ചെയ്ത ഒരു ശരിക്കും ഒരു ഹ്യൂമൻ ബ്രെയിൻ പോലെ നമുക്ക് റെസ്പോൺസ് തരുന്നതാണ് മെഷീൻ ലേണിംഗ്. അതായത് ഒരു മെഷീനെ നമ്മൾ ഒരു ഹ്യൂമന്റെ ഒരു ബ്രെയിൻ പോലെ തന്നെ അതിനെ ഒരു ഇന്റലിജന്റ് ആക്കി എടുക്കുന്നതിനാണ് നമുക്ക് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്തായിരിക്കും അറിയോ? റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞത് ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് പറഞ്ഞാണ്. കൃതിക ഉണ്ടായിരുന്ന കൃതിക ഏജൻസിനെ എന്തോ പറഞ്ഞേ ഏജൻസിനെ അതായത് നമ്മളെ ഏജൻസിനെ പിന്നെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്, അതായത് ഡിസിഷൻ മേക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്നതിനല്ലേ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്? റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർച്ചന ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുമോ? അർച്ചനയ്ക്ക് ക്ലിയർ ആക്കാൻ പറ്റുമോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇല്ല മിസ്, ഞാൻ ഓർക്കുന്നില്ല. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഓർക്കുന്നവര്? റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതായിട്ട് ഒരു കുട്ടി നടക്കാൻ പഠിക്കുവാണെങ്കിൽ എന്തായിരിക്കും, അവന് ഒന്ന് നടക്കുമ്പം അവൻ വീഴും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പേൽ വരുമ്പോഴത്തേക്കും എന്നാ പറയുന്നത്, സ്റ്റെപ്പേന്ന് ആദ്യത്തെ പ്രാവശ്യം വീഴും, പക്ഷെ പിറ്റേത്തെ ദിവസം അവൻ നടക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, സ്റ്റെപ്പിന്റെ അവിടെ വരുമ്പം അവന് ശ്രദ്ധിച്ച്, അതായത് അത് തെറ്റിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുക, കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് പഠിച്ചത്. അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. മനസ്സിലായോ? ഇപ്പോൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചെങ്കിൽ നമ്മൾ അതിന്റെ പൊക്കത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കത്ത് കൊണ്ട് കൈ പിടിക്കും ആദ്യത്തെ ദിവസം, പക്ഷെ നമ്മൾ രണ്ടാമത്തെ ദിവസം ആ പരിപാടി തന്നെ കാണിക്കുമോ? ഇല്ല. അപ്പം അങ്ങനെ നമ്മളൊരു തെറ്റിൽ നിന്ന് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത്, അതായത് ഒരു കമ്പ്യൂട്ടർ തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്തി പിറ്റേ ദിവസം അങ്ങനെ ലേൺ ചെയ്തെടുക്കുക. അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. അപ്പൊ അതിന് ഞാൻ അന്ന് തിരിയുടെ കേസും ഒരു കൊച്ചു വീഴുന്ന ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ തട്ടി നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പം അത് വെച്ച് തന്നെ എഴുതിയാലും മാർക്ക് വീഴുന്ന, അതാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന artificial intelligence was introduced in computing where there was a need of machine that would automatically. അപ്പൊ നമ്മൾ ഇത്രയും നേരം കുറെ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സും അങ്ങനത്തെ കുറെ ഫസി സെറ്റ്, റഫ് സെറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനു വേണ്ടി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടൂൾസുകളും സംഭവങ്ങളായിരിക്കും. ഇനി there was a need for machine that would automatically make things better. This need to keep in check there, so there would become some rules that apply all the learning process. The main goal of machine learning, even at most basic level, is to be able to analyze and adapt data on its own and make a decision based on a calculation and analysis. Machine learning is way to try to improve computers by initiating how the human brain learns. A computer that doesn't have an intelligence is just a fast machine for a processing data. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് ഇന്റലിജന്റ് അല്ല. പക്ഷെ അപ്പം നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളിപ്പം ഗൂഗിളിൽ കയറി നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതൊരു എയുടെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ മാക്സിമം ഡേറ്റ അതിൻ്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിൻ്റെ അകത്തോട്ട്, ഇപ്പം ഗൂഗിൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് വേറെ ആൾക്കാരിരുന്ന് അവിടെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതുപോലെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ അതിൽ നിന്നാണ് ഇതിൽ നിന്നാണ് ഹ്യൂമൻ ബ്രെയിൻ പോലെ നമ്മൾ അതിനെ ഇന്റലിജന്റ് ആക്കി എടുക്കുകയാണ്. എ കമ്പ്യൂട്ടർ that doesn't have intelligence is just a fast machine for processing data. അത് ഇന്റലിജന്റ് അല്ല, പക്ഷെ ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിങ് ചെയ്ത്. ദ ഡിവൈസ് ദാറ്റ് ഡോണ്ട് ഹാവ് എ or ML are just data processing unit that use the information they are given. Machine learning is what we need to make a device that can make a decision based on a data. അതായത് കൊടുത്തിരിക്കുന്ന ഒരു ഡേറ്റയിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. To get this level of intelligence, you need to put algorithms and data into a machine in way that let in the make decisions. ഇപ്പൊ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇതിന്റെ അകത്തൊക്കെ നമ്മളൊരു 2 നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ ഒരു ഇത് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ എന്തായിരിക്കും, അതിനൊരു അൽഗോരിതമൈസ്ഡ്, നമ്മൾ അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കമ്പ്യൂട്ടറിനെ
പറഞ്ഞു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റിയൽ ടൈം GPS ഡേറ്റ ഈസ് യൂസ്ഡ് ബൈ മാപ്സ് ഓൺ എ ഡിസിഷൻ ടു ഷോ ദ ക്വിക്കസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് റൂട്ട്. അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം ഏതൊരു ഭാഗമാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിച്ച് പോകുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയായിരിക്കും, സെവറൽ അൽഗോരിതം സജ്ജാത, അതിനകത്ത് പല പല അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴി സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സജസ്റ്റ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ആൻഡ് ദ ട്രാവലിംഗ് സെയിൽസ്മാൻ ആൻഡ് അൽഗോരിതം ദാറ്റ് വർക്ക് വിത്ത് ദ വാട്ടർഫ്ലോ ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് എ ഡിസിഷൻ. There are the algorithm that have been used and can may be better, but they are useful to learning. അപ്പൊ ഇതിന്റെയൊക്കെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഏടെ ഈ സംഭവങ്ങളെല്ലാം ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ വഴിയും നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഏത് ലൊക്കേഷൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അതായത് നമ്മൾ സാറ്റലൈറ്റ് അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെ അതിന്റെ അകത്തോട്ട് സ്റ്റോർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. Here we can see that the machine, which is your computer or mobile device, use GPS coordinate traffic data based on identity and predefined map routes to figure out. അപ്പൊ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ സാറ്റലൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എല്ലാ ഡേറ്റാസും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഗൂഗിൾ മാപ്പ് എന്നത്. അപ്പൊ നമ്മളിപ്പം ട്രാവൽ ചെയ്യുമ്പോഴത്തേനും എവിടെയെങ്കിലും എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേറെ വഴി നമുക്ക് കാണിച്ചു തരും, അതിലേക്കൂടെ പോകണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മൾ, പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പല അൽഗോരിതംസ് യൂസ് ചെയ്തിരിക്കുന്ന both artificial intelligence and statistic research group contribute to the development of machine learning. Companies like Google, Microsoft, Facebook and Amazon, all the machine learning as part of the decision making process. അപ്പൊ നമുക്കറിയാം, നമ്മൾ മെയിൻ ആയിട്ട് മെഷീൻ ലേണിംഗിന്റെ അകത്ത് നമ്മൾ ഒരു കമ്പനീസിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഗൂഗിള്, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾക്ക് വളരെയധികം ഡേറ്റാസ്, ഇപ്പൊ നമുക്ക് നമ്മൾ അതിനകത്ത് നമ്മളൊരു ലിമിറ്റേഷൻ വെക്കും, നമ്മൾ ആരൊക്കെ എന്തൊക്കെ ഡേറ്റാസ് വേണം എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ഗൂഗിളിൽ അങ്ങനെയാണോ, നമുക്ക് ഏത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കിട്ടുന്ന രീതിയിലിരിക്കുന്ന മോസ്റ്റ് കോമൺ ആപ്ലിക്കേഷൻ ഓഫ് മെഷീൻ ലേണിംഗ് nowadays and interpret and investigate cyber phenomena to extract and project the future values of these phenomena and to detect anomalies. ഇത് നമ്മളിപ്പം മെഷീൻ ലേണിംഗിന്റെ അകത്ത് ഉപയോഗിക്കുന്നതാണ്. സൈബർ ടെക്നോളജീസിലും നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കണം. There are a number of open source solutions for a machine learning that can be used with the API calls or without programming. Some of the open source machine learning projects such as Veka, Orange and Rapid Miner. An example on here to say how the data has been processed by an algorithm looks, you can put the result into a looks. അതിനു വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് Pivotal or Spotfire and used to make a dashboards and workflow strategy. ഇനി അടുത്ത നമ്മൾ ഇതിനകത്ത് വീണ്ടും നമ്മൾ മെഷീൻ ലേണിംഗ് എന്താണെന്ന് വീണ്ടും പറയുകയാണ്, എന്തായിരിക്കും എന്നുള്ളതാണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ, describing the characteristics of data collection and locating hidden connections and patterns with the data are all necessary steps in the process of developing a model. നമ്മൾ പറഞ്ഞു, നമുക്കൊരു മോഡൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് മാക്സിമം ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് അതിനകത്ത് ഹിഡൻ ആയിട്ടും അല്ലാതെയും അതിനകത്ത് കണക്ഷൻ ഉണ്ടായിരിക്കണം. These steps can be accomplished through the application of statistics, data mining and machine learning. When it comes to finding a solution of business issues, the methods and the tools that are employed by these fields share a lot in a common with one another. ഇനി ഇതിനകത്ത് പറഞ്ഞാൽ മതി, നമുക്കൊരു മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നതാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഇൻ ദ റിനോവ്ഡ് ബുക്ക് ഡേറ്റ മൈനിങ് പ്രാക്ടിക്കൽ മെഷീൻ ലേണിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ബൈ റിട്ടൺ, അത് നോക്കണ്ട, അത് എഴുതിയിരിക്കുന്ന ആളുടെ ഒക്കെ പേര് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ മെഷീൻ ലേണിംഗ് ഓൺ ദ അതർ ഹാൻഡ് ഇൻ ദ കോർ ഓഫ് ഡേറ്റ മൈനിങ് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, it is used to extract information on the raw data and it is stored in a database. This information is expressed in the form of understandable and can be applied to a range of situations.
അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് എന്തുകൂടെ വരുന്നുണ്ട്, ഡേറ്റ മൈനിങ്ങും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് നിന്ന്. We learn the difference between a machine learning and data mining from the conversation because all three, machine learning, data mining and statistics are intertwined. We must grasp their relationship. So how machine learning and statistics differ? Machine learning and statistics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് ഡേറ്റാസ് മാക്സിമം ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in really there is no clear cut between machine learning and statistics because data analysis techniques are and a multi-dimensional one of that. Some are derived from statistical skill while others are most strongly linked to the type of machine learning that emerged from computer science. Both sides we had a quite diverse ട്രഡീഷൻ ത്രൂ ഔട്ട് ദ സിസ്റ്റം. അപ്പൊ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് എടുത്തിട്ട് അതിന് ഒരു കറക്റ്റ് ആയിട്ട് അതിനകത്ത് എന്താണോ വേണ്ടത് അതിന്റെ രീതിയിൽ നമ്മൾ ഔട്ട്പുട്ടിനെ ഇരിക്കുക. അപ്പൊ നമ്മളൊരു ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എത്രമാത്രം ഡേറ്റാസ് സ്റ്റോർ ചെയ്യാവോ അത്രമാത്രം ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന. The primary function or an application of machine learning technique can be summarized. The main idea to gain an understanding to the cyber phenomenon that product the data that is being investigated. To abstract the understanding of underlying phenomenon in the form of a model. അപ്പൊ ഒരു മോഡൽ നമ്മൾക്കറിയാം, ഒരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ ഒരു മോഡലിൽ നിന്ന് നമ്മൾ താഴോട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. To predict the future values of a phenomenon by using the model that was just generated and to identify anomalous behavior exhibited by a phenomenon that is being observed. അപ്പൊ നമ്മളൊരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ബേസിൽ നമ്മളെ ഡേറ്റ മെഷീൻ ലേണിങ് വെച്ച് നമ്മൾ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്തായിരിക്കും, അതിനകത്ത് വേണ്ട ഡേറ്റാസ് എല്ലാം കൊടുക്കും. അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കും. എന്നിട്ട് അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് എന്ത് ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമ്മളൊരു ഗേറ്റ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി ചെയ്തിരിക്കും. നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രോഗ്രാംസും അതിന് വേണ്ടിയുള്ള ഡേറ്റാസും, അപ്പൊ അത് എങ്ങനെയായിരിക്കും അത് അതിന്റെ കേസിൽ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ടെസ്ല എന്നുള്ളൊരു കാറ് മൂവ് ചെയ്യുമ്പോൾ ഡ്രൈവർ ഇല്ലാതെ അത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു നമ്മൾ എങ്ങോട്ടുള്ള ലൊക്കേഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അത് ലെഫ്റ്റിലോ റൈറ്റിലോ ഒക്കെ വണ്ടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ഒരു മാത്രം മാക്സിമം ഡേറ്റാസ് സെറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു മോഡല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു. ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, the expression to learn can be understood. Learn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, learn means to acquire knowledge, to gain knowledge of understanding of something through experience it or through learning about it. നമുക്കറിയാം, നമുക്കിപ്പം ഒരു ലേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ തിയറി ആയിട്ട് പഠിച്ചു വെക്കാം, ചില കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസിൽ വഴി കിട്ടും. To gain experience with something, learn as a new skill, a master a talent. To memorize, acquire something through the experience, example or a practice of doing so. അതിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ലേൺ എന്ന് പറയുന്നത്. ഇനി ടെക്നിക്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അപ്പം അതിൻ്റെ അകത്തെ മെഷീൻ ലേണിംഗിന്റെ ഒരു ടെക്നിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Machine learning uses various algorithms to improve, describe and predict outcome by a repeated learning from data. It is possible to make a model that are more accurate as the algorithm learning from the training data. A machine model is what you get when you use data to train your machine learning algorithms. നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. After it has been trained, a model will give an output
when you give it an output. നമുക്കറിയാം നമ്മൾ ഉപയോഗിച്ചൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ആ മോഡൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ച് വെച്ച് ഇന്ന ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടേണ്ടത് എന്നുള്ളത് നമ്മൾ അതിനെ ചെയ്ത് വപ്പിച്ചിട്ടല്ലേ നമ്മൾ അതിനെ എവിടെയെങ്കിലും കൊണ്ടേ വെക്കുള്ളൂ. എ പ്രെഡിക്റ്റീവ് മോഡൽ ഈസ് മെയ്ഡ് ഫോർ എക്സാമ്പിൾ ബൈ എ പ്രെഡിക്റ്റീവ് അൽഗോരിതം. When you put a data into the predictive models, you will get a prediction based on the data that used in the to train the model. At this moment, analytical model cannot be made without a machine learning. Machine learning approach to needed to make a prediction model more accurate, depending on the type and the amount of data and the business problem we solved. There are different ways to approach the problem. In this session, we talk about the machine learning cycles. അപ്പോൾ നമ്മൾ അതിനകത്ത് മെഷീൻ ലേണിംഗ് സൈക്കിൾസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകും. ഈ മെഷീൻ ലേണിംഗ് സൈക്കിൾ മേക്ക് എ മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻ സിമിലർ ടു എ മേക്കിംഗ് എ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് വർക്ക് വിച്ച് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. You cannot just train a model once, leave it alone, because data changes, preference changes, and new computers come along. So when your model goes into production, you need to keep it updated, even though if you won't need as much training as when we created the model. അപ്പൊ നമുക്കറിയാം ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് നമ്മളൊരു ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാത്രമായിരിക്കും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അതിന് മാറ്റാനോ അതിൻ്റെ അകത്ത് ഇത് ചെയ്യാനോ പറ്റത്തില്ല. എന്തെങ്കിലും അപ്ഡേറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അതിനെ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പൊ മെഷീൻ ലേണിംഗ് സൈക്കിൾ അറ്റ് എ ഗ്ലാൻസ് എന്തായിരിക്കും അറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു മെഷീൻ ലേണിംഗ് സൈക്കിൾ അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ ചോദിക്കുന്നതാണ് മെഷീൻ ലേണിംഗ്. അപ്പം ഈ ഒരു പിക്ചർ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. നമ്മളൊരു മൊബൈൽ ഡിവൈസിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡേറ്റ സെലക്ട് ചെയ്ത് നമ്മൾ എങ്ങനെയായിരിക്കും എടുക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. ആക്സസ് ആൻഡ് ലോഡ് ദ ഡേറ്റ, pre-process the data, derive features using the pre-processed data. A trained model using the features derived in a step 3. Iterate to find the best model. Integrate the best trained model into a production system. അപ്പൊ നമ്മളിപ്പം മൊബൈൽ ഡിവൈസിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കറിയാം അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഫസ്റ്റില് വളരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതുള്ളതായിരിക്കും നമുക്ക് ഏറ്റവും ഫസ്റ്റിലേ വരുന്നത്. ഏറ്റവും കൂടുതൽ റിവ്യൂവും സംഭവങ്ങളും, അതായത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളവരും മറ്റേത് അങ്ങനത്തെ ഒരു ഡേറ്റ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്നത്. എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ താഴേക്ക് ഡേറ്റ കിട്ടാതിരിക്കുന്നൊന്നുമില്ല, ബാക്കിയുള്ള ഡേറ്റാസും കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആക്സസ് ആൻഡ് ലോഡ് ദ ഡേറ്റ. എല്ലാ ഡേറ്റസും ആക്സസും ചെയ്യും, ലോഡ് ചെയ്യും. അതിനെ നമ്മൾ പ്രീ പ്രോസസ് ചെയ്യും. അതിന്റെ ഡിറൈവ് യൂസേഴ്സ് യൂസിങ് ദ പ്രീ പ്രോസസ്ഡ് ഡേറ്റ. എ ട്രെയിൻഡ് മോഡൽ യൂസിങ് ദ ഫീച്ചേഴ്സ് ഡിറൈവ്ഡ് ഇൻ സ്റ്റെപ്പ് 3. ഐട്രേറ്റ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മോഡൽ. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഐട്രേറ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്ത് ഒരു ബെസ്റ്റ് മോഡൽ എടുക്കും. അതിനെ ഇന്റഗ്രേറ്റ് ഇൻ ദ ബെസ്റ്റ് ട്രെയിൻഡ് മോഡൽ ഇൻ ടു എ പ്രൊഡക്ഷൻ സിസ്റ്റം. അങ്ങനെയാണ് നമുക്കൊരു മൊബൈൽ ഡിവൈസിൽ കൂടെ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. ടു യൂസ് എ മെഷീൻ ലേണിംഗ് ടെക്നിക് എഫക്റ്റീവ്ലി യു നീഡ് ടു നോ how they work. You can't just need then without knowing how they work and expect to get a good result. Different works for different kinds of problem, but it is not always clear what techniques will work in a given situation. You need to know something about the different kinds of solution. We talk about a very large number of techniques. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, one step in the machine learning cycle in choosing the right machine learning algorithm. So let us look at the how the machine learning cycles work. The step in the machine learning എന്തൊക്കെയായിരിക്കും അതിന്റെ മെഷീൻ ലേണിംഗിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഡേറ്റ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, ഡേറ്റ പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനേക്കും സെലക്ഷൻ ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. പിന്നെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യും ടു ഡെവലപ്പ് എ മോഡൽ, ഇവാലുവേറ്റിംഗ് ദ മോഡൽ, deploying the model, performing production, assess the production. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും മെഷീൻ ലേണിംഗ് സർക്കിളിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. when your model has reached the point where it can be make a accurate productions, you can restart the process by reevaluating in using questions such as
ഈസ് ഓൾ ഓഫ് ദ ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെ ഈ വാല്യൂറ്റിംഗ് ഒക്കെ ചെയ്യാനെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻ ഇതിന്റെ കേസിൽ ഇമ്പോർട്ട് ആയിരിക്കുന്നു. അപ്പം അടുത്തത് when should you use machine learning? Think about using machine learning when you have a hard task or a problem that involves a lot of data, many different factors, but no formula or equation to solve. For example, machine learning is a good choice if you need to deal with a situation like a face and speech recognition, find fraud detection by analysis, transition records, automated trading, energy demand forecasting, predicting shopping trends, and many more. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പം ആധാർ കാർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പ് അല്ലെങ്കിൽ ഫേസ് ഒക്കെ വെച്ചിട്ട് അതിനെ ആ രീതിയിൽ ഡിറ്റക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ മൊബൈൽ ആണെങ്കിൽ നമ്മൾ വേറൊരാൾ ടച്ച് ചെയ്തിരിക്കും, നമുക്ക് അതിന് വേണ്ടി ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ആ ഫേസിനെ ഡിറ്റക്ട് ചെയ്ത് എടുത്തതിന് ശേഷം, അതായത് അത്രയും ഡേറ്റാസ് നമ്മൾ അതിനകത്ത് ഫേസ് ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയായിരിക്കും, നമ്മൾ ആദ്യം നമ്മുടെ ഫോണൊക്കെ കിട്ടിയുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡേറ്റ ഒറ്റയടിക്കാണോ അങ്ങനെ കയറുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ആ ഫേസിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ പ്രസ് ചെയ്ത് നമ്മൾ വിടുമ്പം ഓരോ പ്രാവശ്യം അങ്ങനെയായിരിക്കും നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് അതിൻ്റെ അകത്തു നിന്നായിരിക്കും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. The units take about step-by-step process of machine learning and point out some important decision points along the way. The most common problem with the machine learning is getting your data in order and finding the right model. അതായത് ഡേറ്റാസിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽസ് സെലക്ട് ചെയ്തെടുക്കുന്നതാണ്. Here are some of the most important things to worry about the data. ഏതൊക്കെയാണ്? ഡേറ്റ കംസ് in all shapes and sizes. അതായത് എല്ലാ ഷേപ്പിലും സൈസിലും ഒക്കെ ആയിരിക്കും വരുന്നത്. There are many different kinds of data. Data set from the real world can be messy with missing values and maybe in the different formats. You must just have a simple numeric data, but sometimes combine different kinds of data like sensor signals, test and images from a camera that are being to send in a real time. അപ്പൊ നമുക്ക് ഡേറ്റാസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തരാം. ചിലപ്പോൾ നമുക്ക് സെൻസറിൽ നിന്ന് വരാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇമേജസിൽ നിന്നൊക്കെ വരാം. അപ്പൊ അങ്ങനെ ഏത് ഷേപ്പിലോ ഏത് ഇതിൽ വേണേലും വരാം. പ്രീ പ്രോസസിങ് യുവർ ഡേറ്റ മൈറ്റ് റിക്വയർ എ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് ടൂൾസ്. You might need specialized tools and knowledge to prepare your data before you use. അപ്പൊ നമ്മൾ അതിനെ ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, യു നീഡ് ടു നോ അബൌട്ട് ഇമേജ് പ്രോസസ് ടു ചൂസ് ഫീച്ചേഴ്സ് ടു ട്രെയിൻ ആൻഡ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ അൽഗോരിതംസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഒരു മൊബൈലൊക്കെ ആണെങ്കിൽ അതിനെ ലോക്ക് ഇട്ട് വെക്കുന്നു, അതിനെ ഫേസ് ആറ്റ് ഇതൊക്കെ ചെയ്യുന്നു. നമ്മൾ ആദ്യം അതിനെ എന്തായിരിക്കും, അല്ലാതെ നമ്മളൊരു ഫോൺ കാണുമ്പോൾ അങ്ങ് ഡയറക്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അതിന് വേണ്ടി ഒരു സമയമൊക്കെ എടുത്ത് അതിന്റെ ഒരു അൽഗോരിതംസ് ചെയ്ത് അതിനെ ഒരു പ്രീ പ്രോസസ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഇറ്റ് ടേക്സ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മോഡൽ ടു ഫൈൻഡ് ദ ഡേറ്റ. അപ്പൊ ഇതിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ടൈമൊക്കെ എടുക്കും. നമുക്കറിയാം, നമ്മൾ ആ ഫേസ് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കുറച്ച് സമയം എടുക്കും. കാരണം അതിനെ ഡിറ്റക്ട് ചെയ്തെടുക്കാനും അതിന്റെ ഓരോ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുള്ള ഇതിരിക്കാം. ഫൈൻഡിങ് ദ best model to fit the data taking time. Finding the right model is taking by a tightrope. Highly the flexible model tends to fit the data too well, and by trying to explain small difference that could just be noise. On the other hand, models that are too simple might assume too much. Model speed, accuracy and complexity are always as are each other. അപ്പൊ നമ്മൾ ഇതിനെ അറിയാം, ഏതെങ്കിലും ഒരെണ്ണത്തിനെ ആണെങ്കിലും നമ്മളൊരു എന്തായിരിക്കും മാക്സിമം ഡേറ്റാസ് ഏത് ഷൈപ്പിൽ ഏതിലോ ഉള്ള എടുക്കാം, അതിനെ നമ്മളൊന്ന് പ്രീ പ്രോസസ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ നമ്മളൊന്ന് മോഡൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയമൊക്കെ എടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എവറി മെഷീൻ ലേണിംഗ് വർക്ക് ഫ്ലോ ബിഗിൻസ് വിത്ത് 3 questions. എന്തൊക്കെയായിരിക്കും? What kind of information do you have to work with? അപ്പൊ നമുക്കറിയാം, മെഷീൻ ലേണിംഗിന്റെ അകത്ത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, how do you want to learn something from it? How and where will these new ideas comes from? അത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് നൽകാം. Fundamentally, machine learning involves 2 classes of learnings.
അപ്പൊ എന്തായിരിക്കും? രണ്ട് രീതിയിലുണ്ട്, സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും. അപ്പം എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നും എന്താണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ച. കൃതിക ഒന്ന് പറയാവോ? ഇത് സാധാരണ ചോദിക്കുന്നതാണ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഓൾറെഡി നോൺ ആയിരിക്കും. അൺസൂപ്പർവൈസ്ഡ് ആണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒന്നും അറിയില്ല. ഇങ്ങനെ ഡേറ്റാസ് ഇങ്ങനെ ചിതറി കിടക്കുമായിരിക്കും. നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വേണ്ട ഡേറ്റാസിനെ നമ്മൾ ഇതെടുക്കുകയാണ്. സൂപ്പർവൈസറി ലേണിംഗ് ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം ഇതേ പറയുന്നത് വിച്ച് റിക്വയർസ് ട്രെയിനിങ്. അപ്പൊ സൂപ്പർവൈസറി ലേണിംഗ് നമുക്കറിയാം ഇൻപുട്ട് ഇന്നതായിരിക്കും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്ന ഇതായിരിക്കും. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഒരു മോഡൽസിനെയൊക്കെ സൂപ്പർവൈസറി, ഇപ്പൊ നമ്മളൊരു വീട് പണിക്ക് വേണ്ടി നമ്മളൊരു സൂപ്പർവൈസറിനെ വെക്കുന്നതും ഒരു വീട് പണിക്ക് വേണ്ടി ഒരു സൂപ്പർവൈസറിനെ വെക്കാത്തതും തമ്മിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ എന്തായിരിക്കും ഏറ്റവും മെച്ചം ഉണ്ടാകുന്നത്? എവിടെയായിരിക്കും? വളരെ കറക്റ്റ് ആയിട്ടും എല്ലാം ഓർഡറിൽ പോകുന്നത് എവിടെയായിരിക്കും? എവിടെയായിരിക്കും? സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരിക്കും. കാരണം സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമുക്ക് എല്ലാ കാര്യവും അറിയാം. നമ്മൾ ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട് എന്താണ് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എന്താണ് നടക്കുന്നത്, അവിടെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല. വിച്ച് റിക്വയർസ് ട്രെയിനിങ് എ മോഡൽ വിത്ത് ഡേറ്റ whose input and outputs are already known in order of the model to be able to predict future output. Such as whether or not an email is authentic or a spam, whether or not a tumor is a cancerous. Classification model classify given data into a categories. Imaging a model, medical purpose, speech recognition, and rating credits are a few examples of typical application. ഇപ്പൊ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്രെയിൻ്റെ അകത്തൊരു ട്യൂമർ ഉണ്ട്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രെയിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, നമ്മൾ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ട്യൂമർ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്കും അത് സൂപ്പർവൈസർ ആണ്. നമ്മൾ അവിടെ പോയി ആ ഡേറ്റയ്ക്കകത്ത് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാം. അതായത് സ്പീച്ച് റെക്കഗ്നൈസേഷൻ, സൗണ്ടിനെയൊക്കെ ഡിറ്റക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്തതിന് ശേഷം ഇരിക്കും. ഇനി അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അവിടെ നമുക്ക് അറിയത്തില്ല എന്താണ് ഇൻപുട്ട് എന്താണ് ഔട്ട്പുട്ട് എന്ന് അറിയത്തില്ല. ഇങ്ങനെ ഡേറ്റാസ് ഇങ്ങനെ ചിതറി കിടക്കുമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് the most prevalent methods of learning without being observed a clustering. Exploratory data analysis is used to uncover hidden patterns or groups in the data. Clustering can be used to gen sequence analysis, market research, and object recognitions. അപ്പൊ നമുക്കറിയാം അതിനകത്ത് ഇങ്ങനെ നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ മാർക്കറ്റില്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ നോക്കിയാൽ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു നമുക്ക് അൺസൂപ്പർവൈസ്ഡ് ഇതായിരിക്കും, അത് ഇന്നതായിരിക്കാം. In semi-supervised learning, algorithms are trained or a small set of data before being applied to a ലെവലിലേക്ക്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് where there is a, അപ്പം ഇത് നമുക്ക് മെഷീൻ ലേണിംഗ് എന്താണ്, മെഷീൻ ലേണിംഗ് എങ്ങനെയായിരിക്കും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സാധാരണ ചോദിക്കുന്നതാണ്. മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. അപ്പൊ നിങ്ങൾ നോക്കിയിരിക്കാം, മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്, സൂപ്പർവൈസ്ഡ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്താം. ക്ലാസിഫിക്കേഷനിൽ നിന്നും റിഗ്രഷൻ എന്ന് പറയാം. ആ ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ് സപ്പോർട്ട് വെക്റ്റർ, ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, നെയിൽസ് തിയറം, നിയറസ്റ്റ് നെയ്ബർ. ഇനി അടുത്ത റിഗ്രഷൻ നമ്മൾ താഴോട്ട് വരുന്നുണ്ട്. ലീനിയർ റിഗ്രഷൻ, GLM, SCR, GPR, എൻസംബിൾ മെത്തേഡ്സ്, ഡിസിഷൻ ട്രീസ്, ന്യൂറൽ നെറ്റ്വർക്ക്, താഴോട്ട് ഓരോ നമ്മളായിട്ട് പഠിക്കുന്നുണ്ട്. ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ പറഞ്ഞൊരു ക്ലസ്റ്ററിംഗ് ആയിരിക്കും. അതിനകത്ത് വരുന്ന പാർട്ടീഷനിങ് അൽഗോരിതംസ്, കെ മെത്തേഡ്സ്, ഫസി സെറ്റ്. ഇനി അടുത്തത് ഹൈരാർക്കിക്കൽ, ഗാസിയൻ മിസ്റ്റർ, ന്യൂറൽ നെറ്റ്വേഴ്സ്. അപ്പം ന്യൂറൽ നെറ്റ്വേഴ്സ് നമ്മൾ താഴോട്ട് ഓരോന്നും നമ്മൾ ഇനി പഠിക്കും. ന്യൂറൽ നെറ്റ്വേഴ്സ്, ഹിഡൻ, മാർക്കോ മോഡല്. അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് ഓരോന്നുമാണ് നമ്മൾ കൂടുതലായിട്ട് താഴോട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഈ ഒരു ഇതൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി മെഷീൻ ലേണിംഗ് അൽഗോരിതംസിനെ നമ്മളെ ഓരോന്നായിട്ട് എന്താ ഡീപ്പ് ലേണിംഗ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, സ്പെക്കുലൈസേഷൻ, റൂൾ സിസ്റ്റംസ്. അപ്പം അതിനെ ബേസ് ചെയ്ത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ
കാണിച്ചു തന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കുക, ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ്. അപ്പം ഇതിനകത്ത് പല ടൈപ്പിലുള്ള മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നിനെയും ബേസ് ചെയ്താണ്. അപ്പൊ നമ്മൾ താഴോട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പിക്ചർ വരച്ച് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തായിരിക്കും ഡീപ്പ് ലേണിംഗിന്റെ അകത്ത് വരുന്നത് ഏതൊക്കെയാണ്, ഡീപ്പ് ബോൾസ് ഏതൊക്കെ അൽഗോരിതംസ് ആണ് ഉപയോഗിക്കുന്നത്, ഡീപ്പ് ബിലീഫ് നെറ്റ്വർക്ക്സ്, കൺവെൻഷൻ ന്യൂ നെറ്റ്വർക്ക്സ്, സ്റ്റാക്ക്ഡ് ഔട്ട് ഓഫ് എൻകോഡേഴ്സ്. അപ്പം ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ പഠിച്ചു വെച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് താഴോട്ട് നമ്മൾ പഠിക്കുന്നുമുണ്ട്. ഇനി നമ്മളിത് ബേസ് ചെയ്യാൻ എന്നാന്നൊക്കെ നമ്മൾ പറഞ്ഞത് ബ്രീഫ് ഡിസ്കഷൻ ഓഫ് ദ മെയിൻ ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ്. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു രണ്ടു മൂന്നെണ്ണത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ബേസ് ചെയ്യുന്ന ക്ലസ്റ്ററിങ്, ഡിസിഷൻ ട്രീസ്, ഇനി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻസ്, ഇൻസ്റ്റൻസ് ബേസ്ഡ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ്പ് ലേണിംഗ്. അപ്പം അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നമ്മളോട് ഒന്ന് സെലക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. Bayesian, regardless to what data shows, the scientists can use a Bayesian algorithm to save their ideas about how models should look. Give how much attention to devoted to how the data shapes the model. You might ask why anyone would be interested in the Bayesian algorithms when you don't have much data to work with. A Bayesian technique come in handy if you already know something about a part of model and could code that part directly. A Bayesian algorithm might make a sense. Consider a medical imaging system that looked for the signs of lung diseases. അപ്പൊ നമ്മൾ ആ ഇതിന്റെയൊക്കെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലങ്സ് ഡിസീസ് ആണെങ്കിൽ എന്തായിരിക്കും, ലങ്സിന്റെ എല്ലാ തരത്തിലുള്ള പിക്ചേഴ്സും നമ്മൾ അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിനെ ഓരോന്നിനെയും അവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ഈ ക്ലസ്റ്ററിങ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്ററിങ് ഞാൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് അപ്രോച്ച് ഒബ്ജക്ട് വിത്ത് എ കമ്പാരിബിൾ പോലത്തെ. ഇപ്പൊ നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പം ഒരു വീട് പണിക്കാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, കല്ലും കട്ടയും എല്ലാം കൂടെ കൊണ്ട് ഒരുമിച്ച് കൊണ്ട് കൊന്നുകൂട്ടി ഇടുവാണോ ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് കട്ട അടുക്കി വെക്കും, ഒരു സ്ഥലത്ത് മണ്ണ് കൊണ്ടിടും, ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ ബ്രിഡ്സ് കൊണ്ടിടും, അല്ലെങ്കിൽ വലിയ സ്റ്റോൺസാ, അങ്ങനെ നമ്മളൊരു ചെറിയ ചെറിയ ക്ലസ്റ്റർ ആക്കി ഇടും. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് എന്താ ക്ലസ്റ്ററിങ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അപ്രോച്ച് ഒബ്ജക്ട് വിത്ത് comparable probabilities are combined in a cluster. A cluster contents are more than similar than those of other clusters because the data are labeled. Clustering in a clustering is a sort of unsupervised ലേണിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയാൻ വേണമെങ്കിൽ എടുക്കാം ക്ലസ്റ്ററിനെ. ഇനി നമ്മളിങ്ങനെ ഓരോ ക്ലസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വീട് പണിയുടെ സമയത്ത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തിടുന്നു. അപ്പൊ അത് ഓരോ പാറ്റേണിലായിരിക്കും നമുക്കറിയാം. അപ്പം അതിനെ അല്ലാത്ത ഒരു കേസിൽ നമ്മൾ അതിനെ ക്ലസ്റ്റർ ആയിട്ട് കുറച്ച് കട്ടയും കുറച്ച് ഇതിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കേസ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ ഡേറ്റാസ് ക്ലസ്റ്ററിംഗ് ഈസ് എ സോർട്ട് ഓഫ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് based on the parameters. The algorithm determines what each item is made of and assign it to the appropriate group. Pinna decision tree shows algorithms that will happen when choice is made by using a structure with the branches. Decision trees can be used to show all possible outcome of the choice. ഇത് നമ്മളിപ്പം ഇന്നലെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഹെഡും ടെയിലിന്റെ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയായിരിക്കും. അതിന്റെ ഒരു കേസിൽ നമ്മൾ ഹെഡും ടെയിലും എത്രമാത്രം വരും, മാക്സിമം അതിന്റെ എത്രമാത്രം ടോസ് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ് ടെയില് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ ഇപ്പൊ ഒരു ഹെഡ് ആദിത്യ ഒരു ഹെഡും ടെയിലും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എത്രമാത്രം പോസിബിലിറ്റി വരും. ഒരു ഹെഡും ഉണ്ട്, ഒരു കോയിൻ തന്നിട്ടുണ്ട്, രണ്ട് കോയിൻ തന്നിട്ടുണ്ട് ഒരെണ്ണം. അപ്പൊ അതിനകത്ത് എത്രമാത്രം പോസിബിലിറ്റി വരും ടോസ് ചെയ്യുവാണെങ്കിൽ, രണ്ട് കോയിൻ തന്നു, രണ്ട് കോയിനെ ടോസ് ചെയ്യുവാണെങ്കിൽ എത്രമാത്രം പോസിബിലിറ്റി അതിൻ്റെ അകത്ത് വന്നിരിക്കും. ആദ്യത്തെ ഇല്ല അലിയ ആദിത്യ നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. അലിയ എന്നാണോ?
ഏലിയ, കൃതിക, രണ്ട് ഹെഡ് ആ വരാം, അല്ലെങ്കിൽ രണ്ട് ടെയില് വരാം. ഹെഡ് ടെയില് ഹെഡ്. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഡിസിഷൻ ട്രീ അൽഗോരിതം ഷോ ദാറ്റ് വിൽ ഹാപ്പൻ വെൻ എ ചോയ്സ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് എ സ്ട്രക്ചർ വിത്ത് ബ്രാഞ്ചസ്. ഡിസിഷൻ ട്രീ ക്യാൻ ബി യൂസ്ഡ് ടു ഷോ all possible outcomes of the choice. A decision tree all possible outcomes at each branch. The likelihood of the outcome is shown in a processing for each data. About sometimes online sales using decision tree, you might want to figure out you must likely to use a 50% of coupon before sending to them. Customers are split into 4 groups. അപ്പൊ നമ്മളിപ്പോ ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കസ്റ്റമേഴ്സ്. അപ്പൊ അവിടെ നമ്മൾ കസ്റ്റമേഴ്സിനെ എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമുക്ക് ചിലപ്പം 50% കൂപ്പൺ കാണാം. അപ്പൊ ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അയാൾ 50% കുറച്ച് മതിയായിരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും എന്നാ കസ്റ്റമേഴ്സ് who are likely to use the code if they get a personal message. Customers who will buy no matter what. Customers who will never buy. Customers who are likely to upset if someone tries to reach out to them. അപ്പൊ ആ രീതിയില് പിന്നെ ഡയമെൻഷനലി റിഡക്ഷൻ allows you to eliminate redundant data. ഇപ്പൊ ഡയമെൻഷനലി റിഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് ആവശ്യമില്ലാത്ത ഡേറ്റാസിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീസ് അപ്രോച്ച് റിമൂവ് ദ ഡേറ്റ ദാറ്റ് ഈസ് redundant, outliers and otherwise etc. Censor data and other ലോഡ് യൂസ് കേസ് അതിന്റെ ബെനിഫിറ്റ്സ് വേണ്ട ഡയമെൻഷനലി റിഡക്ഷൻസ്. ഇതിനകത്ത് നമ്മൾ വേറൊന്നുമല്ല, നമ്മൾ അതിനകത്ത് വേണ്ടാത്തതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അക്യുറേറ്റ് ആയിട്ടുള്ളതിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻസ്റ്റൻസ് ബേസ്ഡ് അൽഗോരിതംസ് ആർ യൂസ്ഡ് ടു ക്ലാസിഫൈ new data points based on a training data. Because there is no training phase, the algorithms are called the lazy learners. അപ്പം നമ്മൾ അതിനകത്തൊരു ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല ഡേറ്റാസിന്. അപ്പൊ എന്തായിരിക്കും അതിങ്ങനെ ഡേറ്റാസിനെ പോയി സെലക്ട് ചെയ്ത് ലേസി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ബേസ്ഡ് അൽഗോരിതംസ് കമ്പയർ ന്യൂ ഡേറ്റ ടു എ ട്രെയിനിങ് ഡേറ്റ ആൻഡ് ക്ലാസിഫൈ ഇറ്റ് ബേസ്ഡ് ഹൗ സിമിലർ ഇന്നിറ്റിക. അപ്പൊ നമ്മൾ അത് ഏത് ഡേറ്റയും കൊടുത്ത് അതിനെ ട്രെയിൻ ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അത് എല്ലാത്തിനെയും പോയി സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു ലേസി ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ്പ് ലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ്പ് ലേണിംഗ്. ഇപ്പം ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഇപ്പം ബ്രെയിനുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണക്ട് ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോരോ നേഴ്സുകൾ കാണും. അതാണ് ഇവിടുത്തെ നെറ്റ്വർക്ക്സ് എന്ന് നമ്മൾ നെറ്റ്വർക്ക് എന്ന് നമ്മൾ അതിന്റെ കേസിൽ പറയും. പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ കേസിലാണെങ്കിൽ ചെറിയ ചെറിയ ന്യൂറോൺസ്, അതായത് കുഞ്ഞു കുഞ്ഞു ന്യൂറോൺസ്. ഇപ്പൊ നമ്മുടെ തലയിലൊക്കെയുള്ള മൈന്യൂട്ടുള്ള ഏതെങ്കിലും ഒരു ന്യൂറോൺസിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, ചിലപ്പോൾ നമ്മുടെ കേൾവിശക്തിക്കായിരിക്കും പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഏതെങ്കിലും നേർവായിരിക്കും. അപ്പൊ അതിന് നമ്മൾ ഓരോന്നിനും ഓരോ പർപ്പസിന് വേണ്ടിയായിരിക്കും നമ്മൾ അതിനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ഇതിനും ഓരോ ബേസ് ഉണ്ടായിരിക്കും. അതായത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് ഡീപ്പ്. A neural network is an artificial intelligence system that attempts to solve a problem in the same way that a human race. This is accomplished by the many layers of interconnected units that accrete the knowledge from data and their linkage. In neural networks, the layers are connected to one another in a various ways. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് വളരെയധികം നെറ്റ്വർക്ക് ന്യൂറൽസ് കാണും, അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ന്യൂറൽ നെറ്റ്വർക്ക് ലേയേഴ്സ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് ഔട്ട്പുട്ട് കിട്ടും. ന്യൂറൽ നെറ്റ്വർക്ക് ദ ലേയേഴ്സ് can connected to one another in various ways. When referring the processing and learning that take place within a neural network with multiple hidden layers, the term deep learning is frequently used. Model built with the neural networks are able to adapt a new information and gain knowledge from it. Neural networks are frequently utilized in a situation in which the data in a question not tagged or not organized in a particular function. The field of computer vision is quickly becoming one of the most important applications for a neural network. Today, one can find application to deep learning in a diverse range of contexts.
The process of deep learning is utilized to assist a self-driving autos in figuring out what is going on in the surroundings. അപ്പം ഇതിന്റെ ഒരു കേസ് എന്ന് പറയുമ്പോൾ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഓരോന്നിനും ഓരോ പർട്ടിക്കുലർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കറിയാം ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് അനലൈസ് ദ അൺസ്ട്രക്ചേർഡ് ഡേറ്റ ദാറ്റ് ഈസ് ബീങ് കളക്റ്റഡ് ബൈ ദ ക്യാമറാസ്. അപ്പം നമ്മൾ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ പല എല്ലാ സ്ഥലങ്ങളിലും സെൽഫ് കൺട്രോൾ എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറാസ് കാണും. ആ ക്യാമറാസ് വെച്ചിട്ട് അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് ആ അൺസൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാസിനെ നമ്മുടെ ഉള്ള ഡേറ്റ ആയിട്ട് കണക്ട് ചെയ്ത് നോക്കി അങ്ങനെ അപ്പം ഓരോ ഇതിൽ നിന്നും ഓരോ മൈന്യൂട്ട് ആയിട്ട് ഉള്ള നെറ്റ്വർക്ക്സ് കാണും. ആ നെറ്റ്വർക്ക്സ് വരച്ച് ചെക്ക് ചെയ്തായിരിക്കും നമുക്കൊരു സെൽഫ് ഡ്രൈവിംഗ് ഒക്കെ വരുന്നത്. This is allows to self-make judgment is that essentially at a this apps that radiology used to better analysis medical image to include deep learning as a integral பண்ணுക. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം നമുക്ക് ഒരു മെഡിക്കലിന്റെ ഒക്കെ കേസിലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ ഇതിന്റെ ഒരു കേസിൽ നമുക്ക് കിട്ടും. ഇനി ലീനിയർ റിഗ്രഷൻ ആർ ഇമ്പോർട്ടന്റ് ഇൻ എ മെഷീൻ ലേണിംഗ് are often used for a statistical analysis. Regression analysis help analysts figure out how data points are related. Regression analysis can measure how strongly two variables in a set of data are linked to each other. Regression analysis can be used to predict the values of data in a future based on the past values. But it is important to remember the regression analysis based on the data that correlation means. Regression analysis can lead to a wrong conclusion if you don't understand the context of the data. ഇനി അടുത്ത തന്നെ regularization to avoid overfitting. The process of regularization involves modifying models in a such a way they have no longer to fit too well into the data. അപ്പൊ നമ്മൾ ചില കേസിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു മോഡൽ ഉണ്ടാക്കി നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഫിറ്റ് ആവുന്നില്ല, അതിനെ നമ്മൾ വീണ്ടും ഒരു ഫിറ്റ് ആവുന്നില്ല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ ആ മോഡലിനെ ഒന്ന് മോഡിഫിക്കേഷൻ നടത്തുന്നത്. Any model that is used to machine learning can benefit from using regularization. For example, you can regularize to a decision tree model. Models that are excessively integrate and have a to overfit can become easier to grasp with the help of regularizations. ഇനി റൂൾ ബേസ്ഡ് മെഷീൻ ലേണിംഗ് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു റൂളിനെ ബേസ് ചെയ്തായിരിക്കും. റൂൾ ബേസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഡിസ്ക്രൈബ് ഡേറ്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റൂൾ അബൌട്ട് എ റിലേഷൻഷിപ്പ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു റൂൾ ബേസ്ഡ് സിസ്റ്റം എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അതായത് ഒരു റൂളിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട് അതിരിക്കും. ഇനി നമ്മൾ പറഞ്ഞു റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് അൽഗോരിതംസ്. ഞാൻ പറഞ്ഞു തന്നു എന്തായിരിക്കും റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞു. അക്കോർഡിംഗ് ടു what we observed in the previous session, learning can be broken down into three main categories: supervised, unsupervised, and semi-supervised. However, addition to these two categories, there are other types of learning such as reinforcement learning. അതായത് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും ആയിട്ടുണ്ട്. അപ്പൊ ആ ഇതിനെ രണ്ടിനെ അഡീഷൻ ആയിട്ട് ഒരു കാറ്റഗറീസോടെ വരുവാണ്. അതിനാണ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, അങ്ങനെ അഡാപ്റ്റീവ് ലേണിംഗ് വരുന്ന. The graph shown within the various branches, sub-branches of machine learning, including the various algorithms. അപ്പം ഇതിനകത്ത് reinforcement learning algorithm get a set of instructions and rules and then figure and how to handle a task by trying the thing out and seeing what works and what doesn't. Anyway, to help the AI the best way to solve the problem, decisions are other, rewards are punished. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഇവിടെ കാണിച്ചിരിക്കാൻ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വെച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം മെഷീൻ ലേണിംഗ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉണ്ട്, എൻസെമ്പിൾ മെത്തേഡ്സും ഉണ്ട്. അതിനകത്തൊരു ക്ലാസിക്കൽ ലേണിംഗ് നമ്മൾ ഇത് പഠിച്ചു. അൺസൂപ്പർവൈസ്ഡ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ഉണ്ട്. അപ്പം അൺസൂപ്പർവൈസ്ഡിനകത്ത് നമ്മൾ ആദ്യത്തെ ഒരു ഇതില് ഇത് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചതാണ് എന്തായിരിക്കും വരുന്നതെന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ക്ലസ്റ്ററിങ് വരുന്നുണ്ട്,
പാറ്റേൺസ്. നമ്മൾ മുമ്പ് ഓരോന്നിന്റെ അകത്തും ഏതൊക്കെ അൽഗോരിതംസ് ആണ് വരുന്നത്, അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുതാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണെന്നുള്ളത് ചെയ്ത്. ആദ്യത്തെ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചപ്പോഴത്തേക്ക് ഇത് machine learning models are taught through reinforcement learning to make a series of decisions. It is set up so an agent talks to the environment. Reinforcement learning (RL) is a type of machine learning in which the agent get a delayed rewarded in the next time to step to evaluate how when it did the previous time step. It was mostly used in games like Harry and Mario, where it could do as well as or a better than a person. Since newer and network have been added to the algorithm, it is able to do more complicated tasks. അപ്പം ഇതിന്റെ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് നമ്മൾ പറഞ്ഞു, നമ്മൾ കുറച്ചൊക്കെ മിസ്റ്റേക്കിൽ നിന്നാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പ്രീവിയസ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. അതിനായത് നമ്മൾ എന്തെങ്കിലും ചെയ്തു, അതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് ഡേറ്റ മെയിൻ ആയിട്ട് ഇതിനകത്തേക്ക് പോകുന്നു, അതിനകത്ത് നിന്ന് വീണ്ടും റീചെക്ക് ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അതായത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആൻഡ് AI system is put in a situation that like a game, a simulation. The AI system tries unity to find out a solution to the problem. Slowly but surely, the agent learns how to reach a goal in the uncertain, fortunately complicated event. അപ്പം അതിന്റെ ഏജന്റ് എപ്പോഴും നോക്കുന്നുണ്ടായിരിക്കും അതിന്റെ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടിയോ എന്നുള്ളതാണ് ഇത് നോക്കുന്നത്. Reinforcement learning refers to a kind of machine learning method in which the agent receives a delayed readout in the next time to step to evaluate in previous action. It was mostly used in games. അപ്പൊ അവിടുത്തെ എന്തായിരിക്കും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് നേരത്തെ ഉപയോഗിച്ചിരിക്കുന്ന അതിനൊക്കെ റീചെക്ക് ചെയ്തായിരിക്കും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ മതി, ഒരു എൻവയൺമെന്റ് ഉണ്ട്. ആ എൻവയൺമെന്റിൽ നിന്ന് ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു പെനാൽറ്റി അത് വന്നെങ്കിൽ നമ്മളിപ്പം എന്തായിരിക്കും ചെയ്യുന്നത്, ഒരു ഗെയിം കളിക്കുന്നു. ആ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നിന്നൊരു പെനാൽറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചൊരു ആൻഷൻ നമ്മൾ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടെ ഒരു പെനാൽറ്റി ആയിട്ട് അവർക്കൊരു വീണ്ടും ഒന്നുകൂടെ ആൻഷൻ ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻവയൺമെന്റ് ഉണ്ടായിരിക്കും, റിവാർഡ് ഒന്നെങ്കിൽ ചിലപ്പം ഒരു റിവാർഡ് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കും. ദ ഫോളോയിങ് ആർ ദ മീനിങ് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ഏജന്റ്. The agent is a person who learns and make decisions. അപ്പൊ നമ്മളിപ്പം ഫുട്ബോളോ ബാസ്കറ്റ്ബോളോ ഒക്കെ നിൽക്കുന്നെങ്കിൽ അവിടുത്തെ ക്യാപ്റ്റനോ അല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ നിൽക്കുന്ന ആളോ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്, അതാണോ അല്ലേ എൻവയൺമെന്റ്. The agent's environment is where it learns and decide what to do. Action, a group of things that are the agent can do. State എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ how the agent is doing in its environment. Reward, the environment gives the agent a reward for each action they choose, usually a scalar values. Policy is an agent way of deciding what to do, which is mapping from a situation in actions. Value function, a way to map a state to real numbers where there are values of the state the long term reward. അപ്പം വാല്യൂ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏതെങ്കിലും ഇത് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് അതിന് കൊടുക്കുന്ന ഒരു വാല്യൂസിന് കൊടുക്കുന്നതാണ്. ഈ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് ലെൻത്ത് ദ പ്രോബ്ലം ഓഫ് ഫിഗറിംഗ് ഔട്ട് വാട്ട് എ ഫംഗ്ഷൻ ഈസ് ലുക്ക് ലൈക്കിംഗ് ആ ട്രെയിനിങ് എക്സാമ്പിൾ. Looking at training examples, ഡിസിഷൻ ട്രീസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പം ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാൻ ഇന്ന ഇതാണെങ്കിൽ ഇന്ന കാര്യം നടക്കണം അല്ലെങ്കിൽ ഇന്നതായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്ന. മോഡൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ അതിന് വേണ്ടി എല്ലാം കൂടെ ചെയ്ത് നമ്മൾ അതിന് വേണ്ടി ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുന്നത്. ദ ഏജന്റ് വ്യൂ ഓഫ് ദ എൻവയൺമെന്റ് വിച്ച് ഇൻവോൾവ്സ് സ്റ്റേറ്റ് സെഷൻ പോലുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സ്റ്റേറ്റ്. The every agent that learns from it
എൻവയൺമെന്റ്. അപ്പൊ ഇവിടെ അതിനു വേണ്ടി തന്നിരിക്കുകയാണ് RL അൽഗോരിതംസ് ആണെങ്കിൽ അതിനെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മോഡൽ ഫ്രീ RL, പിന്നെ മോഡൽ ബേസ്ഡ് RL. അപ്പൊ മോഡൽ ഫ്രീ ഇതിനകത്താണെങ്കിൽ പോളിസി ഒപ്റ്റിമൈസേഷൻ ഉണ്ടായിരിക്കും, ലേണിംഗ് ഉണ്ടായിരിക്കും. മെത്തേഡിനകത്താണെങ്കിൽ മോഡൽ ബേസ്ഡ് ആണെങ്കിൽ ലേൺ ദ മോഡൽ ഈസ് ഗിവൺ. The algorithms for a reinforcement learning break down into 2 broad categories, model free and model based. റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിന് 2 രീതിയിൽ മെയിൻ ആയിട്ട് സാധനം ചോദിക്കുന്നതാണ്. മോഡൽ ഫ്രീ റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനും മോഡൽ ബേസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിങ്ങിനും. ഇതിനകത്ത് മോഡൽ ഫ്രീ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് പോളിസി ഒപ്റ്റിമൈസേഷനും ലേണിംഗും. മോഡൽ ബേസ്ഡ് ആണെങ്കിൽ ലേൺ ദ മോഡലും മോഡൽ ഗിവണും. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ഇതിന്റെ അകത്ത് മോഡൽ എന്താണെന്ന് ലേൺ ചെയ്തിരിക്കും, എന്നിട്ട് ആ മോഡല് കൊടുത്തിരിക്കും. മോഡൽ ഫ്രീ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ പോളിസി ആണെന്ന് നോക്കും, എന്നിട്ട് അതിൻ്റെ അകത്തൊരു ലേണിംഗ് സെലക്ട് ചെയ്തെടുക്കുകയാണ് എന്ന്. മോഡൽ ഫ്രീ വേഴ്സസ് മോഡൽ ബേസ്ഡ്. ദ മോഡൽ ഈസ് യൂസ്ഡ് ടു പെർഫോം എ simulation of the dynamic process that take place in the environment. In other words, model learns the transition probability from the present state S0 and the action to the next state S1, and it does so by pairing the 2 states together. If the agent is able to successfully learn the transition probability, and the agent will aware of how the possible it is to reach a particular state given the പ്രസന്റ് സ്റ്റേറ്റ് ആൻഡ് ആക്ടിവിറ്റി. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ മതി. അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ പറയുന്നത്, അപ്പൊ ഒരു ലേണിംഗ് എന്തൊക്കെയാണ്, let us extend our decision to some more in reinforcement learning, that is DQN and SRS. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് the Q learning or a value iteration methods are next subcategory that is included in a model free RL. K-learning is responsible for the acquisition of the ancient value functions. How advantages would be perform a certain action and a certain state. In its most basic form, the action A receives a scalar value with a determined by the state X. The algorithm is shown following that. What does a good job for convincing them? Either initializing truth table ചെയ്യും, നമ്മൾ അതിൻ്റെ അകത്ത് ഏത് ആൻഷാണെന്ന് സെലക്ട് ചെയ്തെടുക്കാം, അതിനകത്ത് തന്നെ പെർഫോം ചെയ്യും, അതിനെ മെഷർ ചെയ്യും, അതിനെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യും. ഓൾ ദ എൻഡ് ഓഫ് ദ ട്രെയിനിങ് അതിനകത്ത് നമ്മളൊരു ഗുഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ടേബിള് നമ്മൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യും. അവർ ഡിസിഷൻ ടു സം മോർ എൻഫോഴ്സ്മെന്റ് ലേണിംഗ് DQN ആൻഡ് SRS. അതായത് ഡീപ്പ് ക്യൂ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻ എ ക്യൂ ലേണിംഗ് വിത്ത് എ ന്യൂറൽ നെറ്റ്വർക്ക്. The motivation behind it is similar related to the big state space environment, where defining a queue table would be a very complex, challenging and a time-consuming task. അതായത് ഡീപ്പ് ക്യൂ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലക്സ് ആയിരിക്കും, അത് വളരെ ചലഞ്ചിങ് ആയിരിക്കും, അത് ടൈം കൺസ്യൂമിങ് ഡേറ്റ ആയിരിക്കും. ക്യൂ ടേബിൾ ന്യൂറൽ നെറ്റ്വർക്ക് അപ്രോക്സിമേറ്റ് ക്യൂ വാല്യൂസ് ഫോർ ഈച്ച് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്. ഈ SARSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ സാധാരണ അത് ഷോർട്ടായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ആൻഷൻ റിവാർഡ് സ്റ്റേറ്റ് ആൻഷൻ റിവാർഡ് സ്റ്റേറ്റ് ആൻഷൻ. SARSA algorithm is a slight variation of the popular Q-learning algorithm. For a learning agent in a reinforcement learning algorithms, it policy have 2 types. ഒന്നെങ്കിൽ ഓൺ പോളിസി ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് പോളിസി ആയിരിക്കും. In this, the learning agent learn the value function according to the current action derived from the policy currently being used. ഇപ്പൊ നമ്മളെ ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ചില കാര്യങ്ങൾ ഓഫ് ചെയ്തിടാനും ചില കാര്യങ്ങൾ ഓഫ് ചെയ്തിടാനും പറ്റും. അത് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളത് വർക്ക് ചെയ്യത്തുള്ളൂ, ഓഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിന്റെ സെറ്റിംഗ്സിലൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ ഓൺ പോളിസിയും ഓഫ് പോളിസിയും. The Q learning techniques is considered of a off policy technique and employs the greedy learning strategy in order to acquire knowledge of the Q value. On the other hand, SRSA
approach is a own policy and make to advantages of the action is being performed. അതിനകത്ത് SRS എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓൺ പോളിസി ആയിരിക്കും, അതിനകത്ത് മേക്ക് ആയിട്ടുള്ള അഡ്വാൻസ് ആയിരിക്കും. ടെസ്റ്റ് മൈനിങ്, ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ, സിറ്റി പ്ലാനിങ് ആർ targeted marketing are some of the application which is actually the implementation of unsupervised learning algorithms. In a similar manner, the classification methods for under the supervised learning umbrella have application in the areas of fraud detection, spam detections, diagnosis, feature classification and score prediction. ഇത് നമ്മൾ ശരിക്കും ഫ്രോഡ് ആയിട്ടുള്ളവരുടെ ഇത് അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സൂപ്പർവൈസ്ഡ് ആയിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാം ആയിട്ടുള്ള നിൽക്കുന്നത്. അത് നമുക്ക് വേണ്ടത് മാത്രം വന്നാൽ മതി. ഇപ്പൊ നമ്മളൊരു ഇമെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റും. Similarly, reinforcement in a wide range of application in a variety of fields, including the gaming industry. അപ്പൊ നമുക്കറിയാം റിവാർഡ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചെങ്കിൽ അതിനൊരു പെനാൽറ്റിയോ റിവാർഡോ അങ്ങനത്തെ കാണിച്ചെങ്കിൽ അത് മെയിൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് ഗെയിമിങ്ങിന്റെ അകത്തായിരിക്കും. മാനുഫാക്ചറിങ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സെക്ടർ, അതേഴ്സ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി ഡീപ്പ് ലേണിംഗ് ആൻഡ് അൽഗോരിതംസ്. ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വളരെ അതിനെക്കുറിച്ച് മെഷീൻ ലേണിംഗ് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഡീപ്പ് ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ദാറ്റ് യൂസ് എ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ലേണിംഗ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ബ്രെയിൻ്റെ ഒരു കേസിലാണെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ന്യൂറോൺസിന് വരെ നമുക്ക് അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതിന് ഓരോ കാര്യത്തിനും അത് കറക്റ്റ് ആയിട്ട് ആ നെർവ്സ്. ഇപ്പൊ നമുക്കറിയാം, ഒരു ഗൂഗിളിലാണെങ്കിൽ നമുക്ക് ഓരോരോ നെറ്റ്വർക്ക്സ് കാണും. ഇപ്പം നമുക്ക് അമേരിക്കയിലുള്ള ഒരു ഇത് വെച്ച് തന്നെ നമുക്ക് അമേരിക്കയിലുള്ള ഡേറ്റാസും അങ്ങനെയല്ലേ വരികയും, പക്ഷെ ഒരു സ്റ്റേറ്റിൽ നിന്നുള്ളത് ഫുള്ളായിട്ട് ഒരു നെറ്റ്വർക്ക്സിൽ കൂടെയും അടുത്തൊരു സ്റ്റേറ്റിൽ കൂടെ ആ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സംഭവം ചിലപ്പോൾ നമ്മുടെ ബാങ്കിന്റെ ഒക്കെ സെർവർ വളരെ ഡൗൺ ആണ്. നമ്മൾ സാധാരണ ഏപ്രിൽ 1-ാം തീയതിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒത്തിരി പേരുടെ പൈസ ഒരു ദിവസം നമുക്ക് സ്റ്റക്ക് ആവുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും, അന്നേരം എന്തെങ്കിലും ഒരു ഇതിന് വരിക ആ സെർവർ എന്തെങ്കിലും ഡൗണോ അങ്ങനെയൊക്കെയുള്ള ഒരു കേസിന്, കാരണം അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഡീപ്പ് ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് ദാറ്റ് യൂസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് റെപ്രസെന്റേഷൻ ലേണിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡീപ് സ്ട്രക്ചർഡ് ലേണിംഗ് ഇൻ എ ഡിഫറെന്റ് പ്രോഗ്രാമിംഗ്. Deep learning in the way of machine to learn through the deep neural networks. It is used to a lot of solve practical problems in the field like computer vision, natural language processing, and automated speech recognition. Machine learning is often through as a tool with several algorithms. ഈ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗ് ആർട്ടിഫിഷ്യൽ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റാസ് കൊടുക്കുന്നത്. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം കൂടെ അതിനകത്ത് ഒരു ഇൻക്ലൂഡഡ് ആയിട്ട് വരും. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ്പ് ലേണിംഗ് അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു സെറ്റിലായിരിക്കും. അതിനകത്ത് നിന്ന് അതായത് കറക്റ്റ് ആയിട്ട് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. സീൻ ഇൻ ദ അൽഗോരിതംസ്, മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ്. അതായത് മെഷീൻ ലേണിംഗിന്റെ അകത്താണ് ഡീപ്പ് ലേണിംഗ് വരുന്നത്. ആൻഡ് ആർട്ടിഫിഷ്യൽ റിലേറ്റഡ്. Deep learning is a collection of algorithms inspired by the human brains working in a processing the data and creating patterns for using in a decision making, which are expanding and improving or refining the data in a single model architecture data artificial neural networks. Later at this course, we shall go deeper into the neural networks. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് താഴോട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ ഒരു കണ്ണിന്റെ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അതിനകത്ത് ഇതൊക്കെയാണ് നമ്മളുടെ ഓരോന്ന്. അതായത് നമ്മുടെ ഒരു നെറ്റ്വർക്ക്സിന്റെ ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ്, ബയോളജിക്കൽ ന്യൂറോൺ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്. അപ്പൊ നമ്മളിവിടെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ബ്രാഞ്ചസ് ഓഫ് ഓട്സോൺ, ഇമ്പൾസ് ക്യാരിഡ് എവേ ഫ്രം ദ കോൾ ബോഡി, ന്യൂക്ലിയസം, കോൾ ബോഡി, ബ്രാഞ്ചസ് ഓഫ് ആക്ഷൻ. അപ്പൊ അത് ഓരോന്നിനും ഓരോ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അതിന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തായിരിക്കും അതിന് വേണ്ടി ചെയ്യുന്നത്,
ബയോളജിക്കൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ, നമ്മൾ അവന് ഓരോന്നിനും ഓരോരോ നെറ്റ്വർക്ക്സ് ആയിട്ട് നമ്മളിവിടെ ഇൻപുട്ട് കൊടുക്കുന്നു. അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻപുട്ട് W1 W2 അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് സം ആണെങ്കിൽ സമ്മ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ, ഇന്റഗ്രൽ ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഹാവ് through the effective function approximation, we can assume that every behavior and system can represent mathematically at some times, mathematically irregular. If we find the function, we will know everything there is know about. However, locating the function like it as a can be difficult. As a result, we must use neural network to estimate. A deep neural network is one of the most incorporate several non-linear processing layers, make use of simple pieces that work in a parallel and take cuts from the biological nervous system of living things. There is an input layer. Hidden layers and the output layer can make up this structure. Each hidden layer takes input the information that was output by the layer that cannot be before is connected to the other layers via nodes, also known as neurons. അപ്പൊ നമ്മളിവിടെ ഞാൻ പറഞ്ഞു ഓരോന്നും ഇപ്പൊ നമ്മുടെ ബ്രെയിനിലേക്കാണെങ്കിൽ ചെറിയ ചെറിയ നെറ്റ്വർക്ക്സ് വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഹിഡൻ ആയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തിനാണെങ്കിലും നമ്മൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതിനകത്ത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്ത് വരുമ്പോഴത്തേക്ക് പല പല നെറ്റ്വർക്ക്സും അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ അതിനെ കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കണ്ടോ, അതായത് ഇൻപുട്ട് ലെയർ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഓരോ ഡേറ്റാസും എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഇവിടുത്തെ ഒരു കേസിൽ നമ്മളിങ്ങനെ ബയോളജിക്കൽ ന്യൂറൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിന്റെ ഒരു കേസിൽ നമ്മളിപ്പം ഇതിന്റെ ഒരു കേസിൽ ഒരു കണ്ണിന്റെ കേസിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നതെന്ന് കാണിച്ചു. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഡേറ്റാസ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. Near convolutional neural networks, the term convolution refers to the function that is utilized by the conventional neural networks. The idea that lies them in that rather than linking each neuron with all of the ones and the comma, we just connected in the select of fews of the respective and they strive is regularized feed forward networks. ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ആ ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ ആണെങ്കിൽ നമ്മൾ അത് ഓരോന്നുമായിട്ട് അവിടുത്തെ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് നോക്കും, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണോ. അപ്പം ഇവിടെ നോക്കിയാൽ മതി, നിങ്ങളിപ്പം നോക്കിയാൽ മതി, അതിനകത്ത് ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ഇൻപുട്സ് ഉണ്ട്. ആ ഇൻപുട്സ് അവിടെയുള്ള ഓരോ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. റിക്കറന്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ എ ടൈം സീരീസ് forecasting because they are ideal in time related data. They employ some types of feedback in which output is fed back into the input. You can think of it as a loop that passes. അതായത് നമ്മളൊരു ഇതിന്റെ ഒരു കേസിലാണെങ്കിൽ നമ്മളൊരു ലൂപ്പ് ഇട്ട് നോക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ വീണ്ടും ലൂപ്പിനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻസംബിൾ ലേണിംഗ് എന്നാണ് പറയുന്നത്. എൻസംബിൾ ലേണിംഗ് ഈസ് എ general meta approach to a machine learning that combines a prediction from the different models to improve the predictive performance. അതായത് പ്രഡിക്ഷൻ, അതായത് പ്രഡിക്റ്റ് ചെയ്യാണ് നമ്മൾ ഇന്നതായിരിക്കുന്നത്. അതായത് പ്രഡിക്ഷൻ ഫ്രം എ ഡിഫറെന്റ് മോഡൽസ് ടു ഇംപ്രൂവ് ദ predictive performance. Although you can create an approximate infinite number of ensembles for a many predictive modeling algorithm. The subject of ensemble learning is dominated by 3 models. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ബാഗിങ്, സ്റ്റാക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ്. മെയിൻ ആയിട്ട് വരുന്നത് ബാഗിങ്, സ്റ്റാക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ്. There are the 3 primarily class of ensemble learning methods. 3 ensemble ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ബാഗിങ്, സ്റ്റാക്കിംഗ് ആൻഡ് ബൂസ്റ്റിംഗ്. Bagging ensemble learning in the process of filtering multiple decision trees to various samples of the same data set and averaging. ഇനി സ്റ്റാക്കിംഗ് എന്ന് പറയുമ്പോൾ ബാഗിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനെയും കൂടെ നമ്മളൊരു ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാക്കിംഗ് എൻസംബിൾ is a fitting multiple types of models
to the same data, and then using another model to learn how to combine the prediction to the best way of possible. അപ്പം നമ്മൾ അതിനകത്ത് സ്റ്റാക്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിനകത്ത് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ളത് ചെയ്യുന്ന ബൂസ്റ്റിംഗ് എൻസംബിൾ ലേണിംഗ് എന്റിലേസ് സക്സസീവ്ലി ആഡിംഗ് എൻസംബിൾ മെമ്പേഴ്സ് ദാറ്റ് കറക്റ്റ് പ്രയർ മോഡൽ പ്രഡിഷൻ ആൻഡ് പ്രൊഡ്യൂസ് എ വെയിറ്റിന്റെ ആവറേജ് ഓഫ് ദ പ്രഡിഷണൽ. ഇനി അതിന്റെ ബാഗിങ് എൻസംബിൾ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഗിങ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിനെയും കൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ഒരു ബാഗായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ബാഗിങ് എൻസംബിൾ ലേണിംഗ് ഇൻവോൾവ്സ് ഫിറ്റിംഗ് ന്യൂമറസ് ഡിസിഷൻ ട്രീസ് ടു വേരിയസ് സാമ്പിൾസ് ഓഫ് ദ സെയിം ഡേറ്റ സെറ്റ് ആൻഡ് ദ ആവറേജിങ് ദ റിസൾട്ട് ഓഫ് ദീസ് ഫോർ ഫിറ്റിംഗ് ടു പ്രൊവൈഡ് എ ഫൈനൽ പ്രഡിഷൻസ്. അപ്പൊ നമ്മൾ ബാഗിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ ഡേറ്റാസോടും നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ബാഗിങ് ഓഫ് എൻസംബിൾ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാഗിങ് ഓഫ് എൻസംബിൾ. അതിനകത്ത് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ടായിരിക്കും. സാമ്പിൾ 1, സാമ്പിൾ 2, സാമ്പിൾ 3 എക്സെട്ര. അപ്പൊ അതിൻ്റെ അകത്ത് 3-1, 3-2, 3-2. അപ്പൊ നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്തൊരു ബാഗിനകത്ത് എന്നിട്ട് അതിനകത്തുനിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നു. അതാണ് ബാഗിങ് ഓഫ് എൻസംബിൾ എന്ന് പറയുന്നത്. ഇനി സ്റ്റാക്കിംഗ് എൻസംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് നമ്മൾ സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻപുട്ട് വെച്ചിട്ട് നമ്മൾ ഓരോരോ മോഡൽസ് ഉണ്ടാക്കുന്നു. ആ മോഡൽസിനെ എല്ലാത്തിനെയും കൂടെ ക്രോഡീകരിച്ചൊരു മോഡൽ ഉണ്ടാക്കുന്നു. അതിനകത്തുനിന്ന് വേണ്ടതിനെ മാത്രം, അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ളതിനെ മാത്രം എടുത്തിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുന്നു. അതിനാണ് സ്റ്റാക്കിംഗ് എൻസംബിൾ. ആ പിക്ചർ വെച്ചിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് ബൂസ്റ്റിംഗ് എൻസംബിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു മോഡൽ എടുത്തു, ആ മോഡലിനെ നമ്മൾ എടുത്തു. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? വെയിറ്റിന്റെ സാമ്പിൾ അതിനകത്ത് നോക്കി. അടുത്തത് വെയിറ്റിന്റെ സാമ്പിൾ 3 നോക്കി വെയിറ്റിന്റെ സാമ്പിൾ 1. അപ്പൊ നമ്മൾ എല്ലാ മോഡൽസിൽ നിന്നും നമുക്ക് വേണ്ടതിനെ മാത്രം എടുത്ത് അതിനെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബൂസ്റ്റിംഗ് എൻസംബിൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഓരോന്നും സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ അൽഗോരിതംസ് ആണ് നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. അതായത് അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ നമ്മൾ വീണ്ടും വരുന്നുണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഇൻവേഷൻ ഓഫ് ക്ലാസിഫിക്കേഷൻ. എന്തായിരിക്കും സൂപ്പർവൈസ്ഡ് ലേണിംഗ്? കൃതിക ഒന്ന് പറയാവോ സൂപ്പർവൈസ്ഡ് ലേണിംഗ്? സൂപ്പർവൈസ്ഡ് ലേണിംഗിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓൾറെഡി നോൺ ആയിരിക്കും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് ദാറ്റ് എക്സാക്ട്ലി മീൻ ബൈ മെഷീൻ ലേണിംഗ് ദീസ് ആർ philosophical problems, but we are not focusing too much on a philosophy in this lesson. The whole focus on to gaining a solid understanding of how things work in practice. The subject of data mining, many of the ideas such as a classification and a clustering are being addressed. അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഡേറ്റ മൈനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിലുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്. അതായത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അകത്താണ് വരുന്നത് നമുക്ക് ക്ലസ്റ്ററിങ്, അതായത് ഇങ്ങനെ ചിതറിക്കിടക്കുമായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ടതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കണം. അതായത് ഒരു കണ്ടീഷനോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും കാഴ്ചവെക്കുന്നത്. ഇനി സൂപ്പർവൈസ്ഡ് ലേണിംഗ് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും റിഗ്രഷനും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. To use machine learning technique effectively, you need to know how they work. You can just use them without knowing how they work and expect to get a good result. എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം every workflow for a machine learning start the following 3 questions. What kind of data do you avail to work with? What kind of realization are you hoping to arrive on? ഇൻ വാട്ട് വേസ് ആൻഡ് കോണ്ടെക്സ്റ്റ് വിൽ ബി യൂസ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു വർക്ക് ഫ്ലോ നമ്മൾ മുമ്പേ പഠിച്ചൊരു നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു മൊബൈൽ ഡിവൈസിനകത്തോടെ നമ്മൾ എങ്ങനെയായിരിക്കും പഠിച്ച് നമ്മൾ സൂപ്പർവൈസ് കണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നുണ്ടോ. അപ്പൊ അത് വീണ്ടും പറയുന്നത് വർക്ക് ഫ്ലോ അറ്റ് എ ഗ്ലാൻസ്. ഞാനത് പറഞ്ഞു നമ്മൾ എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആദ്യത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ വീണ്ടും ചെയ്ത് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കേസിലാണ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വന്നിരിക്കുന്ന വെച്ചാൽ ട്രെയിനിങ് ഡേറ്റാ സെറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ട്രെയിനിങ് ഡേറ്റാ സെറ്റിന് അതാത് നോക്കിയേ
അവിടെ ഇതിനകത്ത് ട്രെയിനിങ് സൂപ്പർവൈസറിനകത്ത് ഡിറൈവ്ഡ് ഔട്ട്പുട്ടും നമുക്കറിയാം. അതിനകത്ത് ഇൻപുട്ട് എന്താണെന്ന് പറയാം, നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അൽഗോരിതംസ് ഉണ്ടാക്കുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, വീണ്ടും അതിനെ ഔട്ട്പുട്ട് ആക്കി എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം ഇൻപുട്ട് ആയിട്ടുള്ള ഡേറ്റാസ് ഇവിടെ നോക്കിയാൽ മതി, ഇതിന്റെ അകത്ത് എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇൻപുട്ട് ആയിട്ടുള്ള ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിതറി കിടക്കുന്ന പല സംഭവത്തിനും നമ്മളിങ്ങനെ കൊടുക്കുന്നു. അതിന്റെ അൽഗോരിതംസ് വെച്ച് അതിനെ പ്രോസസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആയിട്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്ന. അതായത് പ്രെഡിക്റ്റിംഗ് ഹാർട്ട് അറ്റാക്സ് വിത്ത് the help of supervised learning. Let's say doctors want to know it is sometimes it have a heart attack in the next year. They have information about the age. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ ഡോക്ടർമാരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ചില സിംറ്റംസുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇന്ന ഇതാണ്, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത വർഷത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ആ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന നാൾ കൊണ്ട് ഇത്ര നാള് നമ്മുടെ ഒരു ഇതിന്റെയൊക്കെ, അതായത് നമ്മൾ അതിന്റെ ഓരോ പർട്ടിക്കുലർ വാല്യൂസ് ഇൻപുട്ടിനെയൊക്കെ അതിൻ്റെ അകത്തെ വാല്യൂസിനെയൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മളോട് അതിനകത്തായിട്ട് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെയിറ്റ്, നമ്മുടെ ചിലപ്പോൾ ഏജ് നോക്കിയിട്ട് അതിന്റെ വെയിറ്റ്, ഹൈറ്റ്, പ്രഷർ ഒക്കെ നോക്കിയത്. They know if the patient who were there before heart attack attacks within a year. So the problem is making a model output of the existing data. അതായത് നമ്മൾ പറയുന്ന ഡേറ്റ വെച്ചിട്ട് ഡോക്ടർ എടുക്കുകയാണ്. അയാളുടെ ഏജ് നോക്കും, അയാളുടെ ഹൈറ്റ് നോക്കും, അയാളുടെ വെയിറ്റ് നോക്കും, അതിന്റെ ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ്, അങ്ങനത്തെ റിസൾട്ട് എല്ലാം കൂടെ നോക്കിയിട്ടാണ് എല്ലാത്തിനും. ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൻഡ് ദേ ഫെയർ എക്സ്പ്ലെയിനറി. അതായത് ഡിറ്റർമിൻ ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് എക്സാമ്പിൾ, prepare and gather the training data, determine a relation between input features and representing learned function, select a learning algorithms, run the selected algorithms on a training data, evaluate the accuracy of the learned function using value from the test. അപ്പൊ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ഇതിനകത്ത് ഇൻവോൾവഡ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. There are some common issues which are generally faced when one applies that is supervised learning. Training and classification requires a lot of computer time, especially when big data is involved. Overfitting. The model either may learn to so much from the noise in the data. Instead of seeing it as a mistake, it can be seen as a learning concept. A key difference between a supervised and unsupervised learning is that if an input doesn't fit any of the class, the model will add it in one of the existing ones and instead make a new one. Let us discuss the practical application of supervised machine learning for a beginner. At least probably knowing what does supervised learning achieve become equally or more important to simply know what is a supervised learning. A very large number of practical application of methods എന്തൊക്കെയായിരിക്കുന്നതാണ്? Detection of spam, detection of fraudulent banking or other activities, medical diagnosis, image recognition, predictive maintenance. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനാണ് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് മെയിൻ ആയിട്ട്. ഏതൊരു കേസിൽ നമ്മൾ എവിടെയൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. വിത്ത് ഇൻക്രീസ് ആപ്ലിക്കേഷൻ ഈച്ച് ഡേ ഇൻ ദ ഫീൽഡ്, മെഷീൻ ലേണിംഗ് നോളജ് ഈസ് ആൻ എസെൻഷ്യൽ സ്കിൽസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വളരെയധികം ഡേറ്റാസ് നമ്മൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു എ ക്ലാസിഫിക്കേഷൻ. അത് നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനകത്ത് വലിയ ഇതൊന്നുമില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാറുള്ളൂ, അല്ലാതെ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അപ്പൊ ഞാനത് ക്ലാസ്സിൽ ചോദിക്കുന്നത് നിങ്ങളോട് തന്നെ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് അതെന്താണെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇതിനകത്ത് വാരി വലിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യാതൊരു നമുക്ക് തന്നെ വായിച്ചാൽ മനസ്സിലായി അല്ലാത്ത രീതിയിലൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത്രയും കാര്യങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ എക്സാം 12-ാം തീയതി അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അപ്പൊ ആ സമയം വരെ വെയിറ്റ് ചെയ്യാതെ ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് നാളെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ.